കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ്. അപ്പോ കുറെ നാളായിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട്. നിങ്ങളെല്ലാവരും ഇന്ന് നമ്മുടെ തംബ്നെയിൽ കണ്ടിട്ടല്ല വന്നിട്ടുള്ളത്. അപ്പോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെനസ്ട്രൽ കപ്പിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോണത് കേട്ടോ. അപ്പോ മെനസ്ട്രൽ കപ്പ് അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ട്രെൻഡ് ഔട്ട് ആയതാ. പക്ഷെ നമ്മുടെ ചാനലില് ഞാനിത് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അത് മാത്രല്ല, ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞ ഒരു അപ്ഡേഷനാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു അപ്ഡേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത് കേട്ടോ. അപ്പോ ഈ വീഡിയോ കണ്ട് കുറെ പേര് എന്താ പറയാ, മെനസ്ട്രൽ കപ്പ് ഉപയോഗിക്കാണ്ട് മാറി നിൽക്കുന്നവരുണ്ടാവും. ടെൻഷനും പേടിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഉപയോഗിക്കാൻ പോണ ആൾക്കാരെ പിന്തിരിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മെനസ്ട്രൽ കപ്പ് എന്താണെന്ന് പറയാം. മെനസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിലിക്കോണിക് മെറ്റീരിയലാ. നമ്മൾ കുഞ്ഞെ ഉണ്ണിവാവകളൊക്കെ വീട്ടിലുള്ളവർക്ക് പല്ല് വരുന്ന ടൈമിൽ നമ്മളൊരു റബ്ബർ പോലത്തെ ഒരു ടോയ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അവരിങ്ങനെ വൈകുന്നേരം കടിച്ചിരിക്കും. അത് ശരിക്കും റബ്ബറല്ല, അത് സിലിക്കോണിക് മെറ്റീരിയൽ ആട്ടാ. അപ്പൊ നമ്മൾ അത്രയും നമ്മൾ ഉണ്ണികൾക്കൊക്കെ നമ്മൾ അത്രയും എന്താ പറയാ, അവറ്റ ഉണ്ണികൾക്ക് ദോഷം വരുത്തുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചു കൊടുക്കൂലല്ലോ. അത്രയും നമ്മൾ അമ്മയായാലും അച്ഛനായാലും അത്രയും നമ്മൾ സൂക്ഷിച്ച് അവർക്ക് പറ്റിയ സ്യൂട്ടബിൾ പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ണികൾക്ക് മേടിച്ചു കൊടുക്കുക. അപ്പോ ആ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ മെനസ്ട്രൽ കപ്പ്, സിലിക്കോണിക് മെറ്റീരിയൽ. അത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽ പാക്ഡ് ആയിട്ടാണ് നമ്മളിപ്പോ ഒരു മെനസ്ട്രൽ കപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വരുന്നുണ്ടാവുക. ചിലതില് അതിന്റെ ഹൈജീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചില ലിക്വിഡ് ഷാംപൂസും കാര്യങ്ങളൊക്കെ അവര് ആഡ് ചെയ്തിട്ടുണ്ടാവും. ചിലതിൽ ഉണ്ടാവില്ല. ചിലത് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് മേടിക്കാം. അതിപ്പോ ഞാൻ പോണ വഴിയിൽ ഇങ്ങനെ പറഞ്ഞുതരാം. പിന്നെ ഈ മെനസ്ട്രൽ കപ്പ് പല ബ്രാൻഡ് ഉണ്ട്. ഏത് ബ്രാൻഡ് മേടിക്കണം എന്നൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. സൈസ് മാത്രം കറക്റ്റ് ഒന്ന് തീരുമാനിക്കുക. ഇപ്പൊ പലർക്കും പല സൈസ് ആയിരിക്കും. ഇതിപ്പോ ചില ബ്രാൻഡ് 4 സൈസ് ഇറക്കുന്നുണ്ട്, ചില ബ്രാൻഡ് 3 സൈസ് ഇറക്കണുള്ളൂ. ഇപ്പൊ ഞാൻ അന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചപ്പോ സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. ഞാൻ അതിൽ മീഡിയം ആണ് ഞാൻ നോക്കി മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ അതെങ്ങനെയാ നോക്കി മേടിച്ചെന്നൊക്കെ ഞാനിപ്പോ ഈ വീഡിയോയുടെ പിന്നാലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഞാനിപ്പോ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് മെനസ്ട്രൽ കപ്പ് എന്താണെന്ന് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതൊരു സിലിക്കോണിക് മെറ്റീരിയൽ ആണ്. അതിന് സൈസ് ഉണ്ട്. പിന്നെ അത് അതിന്റെ റേറ്റ് ആദ്യമൊക്കെ മേടിക്കുമ്പോൾ 500 രൂപയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പൊ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടാ. ഇപ്പൊ ഒരു 300, 200, 259 രൂപയ്ക്കൊക്കെ സിറോണയുടെ ബ്രാൻഡ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര വർഷം നമുക്ക് യൂസേജ് ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷം പറയുന്നുണ്ട്. നമുക്ക് 10 വർഷം ഉപയോഗിച്ചില്ലെങ്കിലും ഒരു 5 വർഷമൊക്കെ നമുക്ക് കണ്ണും പൂട്ടിയിട്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടാ. പിന്നെ അതിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷനും മാനുവലൊക്കെ നമുക്ക് അതിൽ കൂടെ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് ആയിട്ട് തരും. അപ്പൊ ഇനിയിപ്പോ അതെങ്ങനെയാ ഉപയോഗിക്കാന്ന് അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഒരുപാട് വീഡിയോസ് കുറെ പേര് ചെയ്തിട്ടുണ്ട്. അവരവരുടെ എക്സ്പീരിയൻസും അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ കേട്ടാ ഞാനും മെനസ്ട്രൽ കപ്പ് മേടിച്ചേ. അപ്പൊ ഇതാണ് മെനസ്ട്രൽ കപ്പ്. ഇനി എന്റെ എക്സ്പീരിയൻസ്, ഇനി മെനസ്ട്രൽ കപ്പ് മേടിക്കാനുണ്ടായ കാരണം, ഞാൻ മെനസ്ട്രൽ കപ്പ് മേടിക്കാനുണ്ടായ കാരണം ഞാൻ നിങ്ങളായിട്ട് പറയാം. എന്റെ ഡെലിവറി കഴിഞ്ഞ ടൈമിലാണ് ഞാൻ മെനസ്ട്രൽ കപ്പിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡെലിവറിക്ക് മുന്നേ എന്താ പറയാ, ഡെലിവറിക്ക് മുന്നേ അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു നോർമൽ സൈക്കിള് ഒരു 30 ഡേയ്സ് വരുന്ന ഒരു സൈക്കിളാണ് എന്റെ പീരീഡ്സ് എന്ന് പറഞ്ഞത്. അത് ഇപ്പൊ 30 ഡേയ്സ് ആയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നെക്സ്റ്റ് മന്തില് അതേ ഡേറ്റിന് എനിക്ക് പീരീഡ്സ് വരും. പീരീഡ്സ് വന്നാലും 1-2 ദിവസം അത്യാവശ്യം നല്ല ഫ്ലോ ഉണ്ടാവും, അത്യാവശ്യം നല്ല വയറുവേദന ഉണ്ടാവും, നല്ല ഫ്ലോ ഉണ്ടാവും. അത് മാത്രമല്ല നമുക്ക് മൊത്തത്തിൽ ഒരു ഇറിറ്റേഷൻ. ആ സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, പീരീഡ്സിന്റെ ടൈമിൽ പാഡ് വെക്കുമ്പോഴായാലും ഭയങ്കര ഇറിറ്റേഷൻ. പീരീഡ്സിന്റെ ടൈം കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഡോക്ടറെ കാണിക്കേണ്ടി വരും. എന്താന്ന് വെച്ചാൽ ഭയങ്കര ഇച്ചിങ്, റാഷസ്. അതിന് നമ്മള് വേറെ ഡോക്ടറെ കാണിക്കണം എല്ലാ മാസത്തെ പീരീഡ്സും കഴിയുമ്പോൾ. അപ്പോൾ ഒരു വട്ടം ഡോക്ടറെ കാണിച്ചിട്ട് പിറ്റത്തെ മാസത്തിൽ ആ മരുന്ന് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും, ഡോക്ടറെ അടുത്തേക്ക് പോകാനുള്ള മടി കാരണം കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹൈജീനിക് ആയിട്ടുള്ള പ്രോബ്ലങ്ങളാണ്. അതൊക്കെ നിസ്സാരമായിട്ട് നമ്മളൊരാൾ തള്ളി വിടരുത് കേട്ടോ. എത്ര നല്ല ബ്രാൻഡ് പാഡ് മേടിച്ചു വെച്ചാലും എനിക്ക് ഇങ്ങനെ ഇച്ചിങ് റാഷസ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ നല്ല ഓവർ ബ്ലീഡിങ് വരാറുണ്ട്.
അപ്പോൾ ഡെയിലി ഇപ്പോൾ ഫസ്റ്റത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 പാഡൊക്കെ ഒരു 3 മണിക്കൂർ കൂടുമ്പോൾ അത്രയും പാഡ് നമുക്ക് മാറ്റണം. അല്ലെങ്കിൽ ലീക്കേജ്, പിന്നെ ഒരു ജാതി സ്മെല്ല്, എന്തോ നമുക്കത് പറ്റില്ല. പിന്നെ ഭയങ്കര വയറുവേദനയും. അപ്പൊ എന്തായാലും നമുക്കത് പാഡ് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ മാറ്റും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീക്കേജ് വരും. മാറ്റിയില്ലെങ്കിൽ ഭയങ്കര ലീക്കേജും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സൈ കെട്ടു ഞാൻ. ദിവസം ഒരു 1-2 എത്ര പാഡും കാര്യങ്ങളൊക്കെ മാറ്റിയാൽ മാത്രം മതിയോ. ഇത് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വല്ല സ്ഥലം ഉണ്ടാവും. ക്ലോസറ്റിൽ എന്തായാലും ഇടാൻ പറ്റില്ല. ക്ലോസറ്റിലിട്ട് അതെങ്ങാനും സ്റ്റക്കായിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആളെ വിളിച്ചുകൊണ്ട് വരും. പിന്നെ കത്തിക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്തായാലും ഇതൊരു ഭൂമിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാമേജ് വരുത്തുന്ന സാധനം നമ്മുടെ പാഡും ഈ ടാമ്പോൺസ് ഒക്കെ. ടാമ്പോൺസ് പിന്നെ പഞ്ഞാന്ന് വിചാരിക്കാം. പാഡിന്റെ ഉള്ളിലത്തെ പഞ്ഞി മാറ്റിയാലും ബാക്കിയൊക്കെ പ്ലാസ്റ്റിക് തന്നെയല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കുറെ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ വെറുതെ ജസ്റ്റ് വലിച്ചെറിഞ്ഞിട്ടുള്ളവരെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ആരാണൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെ. ഞാൻ എന്തായാലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനിതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിലെ പഞ്ഞി കളഞ്ഞ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യലാണ് പതിവ് കേട്ടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ മെനസ്ട്രൽ കപ്പ് അറിഞ്ഞത്. സംഭവം മുന്നേ അറിഞ്ഞോടന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇനി ഇതെങ്ങാനും മെനസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ, അത് കേറി പോവോ, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം. എന്നിട്ട് ഇനി ഇവിടെ ഒക്കെ വന്നിരിക്കുമോ, ടെൻഷനായിരുന്നു. മെനസ്ട്രൽ കപ്പ് കേറിപ്പോയി ഇനി ഇവിടെ നെഞ്ചത്തൊക്കെ വന്നിരിക്കും, അങ്ങനെയൊക്കെ കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയ സംശയങ്ങൾ കിട്ടിയാൽ മതി. പിന്നെ അതും വന്ന് നമ്മളിങ്ങനെ കുറെ ഇമാജിനേഷൻ നടത്തി ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ. അങ്ങനെ ഇരിക്കുമ്പോ ഭയങ്കര വയറുവേദനയും പിന്നെ ഈ പാഡ് മാറ്റേണ്ട ബുദ്ധിമുട്ടും അതും ഇതൊക്കെ വന്നപ്പോ കണ്ണും പൂട്ടി ടെൻഷനും വിഷമങ്ങളൊക്കെ നീക്കി വെച്ചിട്ട് ഞാനൊരു മെനസ്ട്രൽ കപ്പ് മേടിച്ചത് പോരല്ലോ, വെക്കാനും ടെൻഷൻ ഉണ്ടാവില്ലേ. അപ്പൊ കുറെ യൂട്യൂബേഴ്സ് പിന്നെ ഉപയോഗിച്ച ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് സംഭവം ഞാൻ വെച്ചിട്ട് തുടക്കത്തിൽ നമ്മൾ അത് ഉപയോഗിക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് വേദന, നീറ്റം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പേർട്ട് ആവും. നമ്മള് ബാക്കിയുള്ള ആർക്കെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കും, നീ പാഡ് ഉപയോഗിക്കേണ്ടട്ടാ, നീ മെനസ്ട്രൽ കപ്പ് ഉപയോഗിച്ചോ. ഇവിടെ പേടിച്ച് വിറച്ച് മുക്കിയിരുന്ന ടീമായിരിക്കും മറ്റുള്ള ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കണേ. അത്രയ്ക്കും നമ്മള് മെനസ്ട്രൽ കപ്പായിട്ട് എന്താ പറയാ ഇണങ്ങി ചേരാന്ന് പറയില്ലേ, അതേപോലെ നമ്മുടെ ഒരു സന്തത സഹചാരിയായിട്ട് നമ്മൾ മെനസ്ട്രൽ കപ്പിനെ കാണും. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ച് മാറി നിന്ന ആള് ഞാനിപ്പോ വഴി കൂടെ പോണ ചേച്ചിമാര് വരെ ഉണ്ടെങ്കിൽ, ചേച്ചി അത് ഉപയോഗിക്കേണ്ട, മെനസ്ട്രൽ കപ്പ് ഉപയോഗിച്ചാൽ മതി, അതാണ് നല്ലത്, അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു നിലയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തോരം സ്വാധീനം എന്നിൽ ചെലുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് മാത്രമല്ല, ഇപ്പൊ എത്ര അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഉപയോഗിച്ച് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് മറ്റുള്ള ടീമുകളോടല്ല മറ്റുള്ള നമ്മളെ ഫ്രണ്ട്സിനോട് ആരോടായാലും നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മുടെ അമ്മമാരോട് വരെ നമ്മൾ പറഞ്ഞു കൊടുക്കും, അമ്മ അതൊന്നും വെക്കേണ്ട, ഇനി നിങ്ങൾ മെനസ്ട്രൽ കപ്പ് ഉപയോഗിച്ച് ഞാൻ മേടിച്ചു തരാന്ന്. ഞാൻ എന്റെ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അമ്മ അത് ഉപയോഗിച്ചിട്ട് അമ്മയ്ക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഇതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. അത് ഞാൻ മെയിൻ ആയിട്ട് മാറാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, പീരീഡ്സിന്റെ ക്രാംസ്, വയറുവേദന, പിന്നെ ബ്ലീഡിങ്, പിന്നെ പാഡ് മാറ്റുന്നതിനുള്ള ബുദ്ധിമുട്ട്, അത് ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണമാണ് ഞാൻ മെനസ്ട്രൽ കപ്പ് മേടിച്ചത്. ഇപ്പൊ നമ്മളൊരു 500 രൂപയ്ക്ക് ഒരു മെനസ്ട്രൽ കപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 വർഷം ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ, നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിട്ടാ. ഇപ്പൊ നമ്മൾ മെനസ്ട്രൽ കപ്പ് മേടിച്ചിട്ടില്ല, ഇപ്പൊ എന്റെ പോലെ ഒരു ഹെവി ബ്ലീഡിംഗ് ഉള്ള ഒരു വ്യക്തിയാന്ന് വിചാരിക്കാം, ദിവസം ഒരു 3-4 പാഡൊക്കെ മേടിക്കിന്. അപ്പൊ ഒരു മാസമല്ല, ഇപ്പൊ ഒരു 6-7 ദിവസം എനിക്ക് പീരീഡ്സ് നിൽക്കണതാണ്. ഒരു 8-9 ഒക്കെ അന്നാണ് എനിക്ക് സ്പോട്ടിങ് പോലെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 3 പാക്കറ്റ് പാഡ് വേണം. 3 പാക്കറ്റ് അല്ലെങ്കിൽ 2.5 പാക്കറ്റോളം നമുക്ക് ഈ പാഡ് സ്റ്റേ ഫ്രീ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിസ്പറ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ ആ പൈസ ഇപ്പൊ ഒരു പാക്കറ്റിന് തന്നെ ഇപ്പൊ അത്യാവശ്യം ഞാനിപ്പോ മേടിച്ചിട്ട് കുറെ നാളായിട്ട്, കാരണം എനിക്ക് കറക്റ്റ് അറിയില്ല വില എത്രയാണോ, ഒരു 60 രൂപയോ 45 രൂപയൊക്കെ വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ഒരു വർഷത്തേക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുക എത്ര രൂപയാവുന്നു. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് അല്ല. അപ്പൊ നിങ്ങൾ 500 രൂപ ഒരു മെനസ്ട്രൽ കപ്പ് മേടിക്കേണ്ടത് നല്ലത്, അല്ലെങ്കിൽ മാസം ഇത്ര പാക്കറ്റ് പാഡ് മേടിക്കേണ്ട നിങ്ങൾക്ക് ലാഭം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെനസ്ട്രൽ കപ്പാണ് ഏറ്റവും നല്ലത്. ലാഭം മാത്രല്ല ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാന്ന് വെച്ചാലും മെനസ്ട്രൽ കപ്പാണ് നല്ലത്. മെനസ്ട്രൽ കപ്പിന്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പൈസ കുറവാണ്. പൈസ കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് ആയ മെനസ്ട്രൽ കപ്പ് മേടിച്ചാലും നമുക്കതൊരു 10 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷത്തോളം നമുക്കത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഡിസ്പോസ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആണ്. ഒന്നും വേണ്ട, നമ്മൾ ഇൻസേർട്ട് ചെയ്തത് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളത് ക്ലോസറ്റിൽ ഒഴിച്ച് കളഞ്ഞാൽ മതി. പിന്നെ അത് നന്നായി ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ പീരീഡ്സ് കഴിയുമ്പോൾ അതിൻ്റെതായ ഹൈജീനിൽ
അതിനെ നമുക്കതൊരു പാക്കറ്റിൽ ഇത് കേടാ, ഈ പാക്കറ്റിൽ തന്നെ നമുക്ക് തിരിച്ച് എടുത്തു വെക്കാം, പിന്നത്തെ മാസം നമുക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ എളുപ്പമുള്ള ഒരു മാർഗം മെൻസ്ട്രൽ കപ്പ് അല്ലേ. അപ്പോൾ പാഡിനോടും ടാമ്പൺസിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അത് കാരണം ഞാൻ മെൻസ്ട്രൽ കപ്പിലേക്ക് കയറിയോട് കൂടി ഞാനിപ്പോ പാഡും ടാമ്പോൺസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടാ. എനിക്ക് ഇപ്പോഴും എന്റെ മെൻസ്ട്രൽ കപ്പാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയില്ലേ, അതാട്ടാ. അപ്പോൾ അത് കാരണമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല വയറുവേദന ഉണ്ടായിരുന്നു എന്നല്ലേ. പാഡൊക്കെ വെക്കുന്ന ടൈമിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്കംഫോർട്ടാണ് എപ്പോഴും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ബ്ലഡ് ആയാലും പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ ബ്ലഡിന്റെ ഓരോ ഇങ്ങനെ കട്ടകളായിട്ട് നമുക്ക് പോകുമ്പോഴേ കറക്റ്റ് നമുക്ക് അതിന്റെ ഫീല് മനസ്സിലാവുകയും ചെയ്യും. അത് പിന്നെ നമുക്ക് ഒരു മാതിരി ഇറിറ്റേഷനാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ഥലത്തേക്ക് ഒന്ന് ഇറങ്ങണമെങ്കിലോ ഒന്ന് ഇരുന്നിട്ട് എണീക്കുമ്പോ ഈശ്വര ബാക്കിലായ അത് ഇതൊക്കെ നമ്മൾ നോക്കും. ഒന്നും വേണ്ട, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികള് സൈക്കിളുമ്മ പോയി അല്ലെങ്കിൽ ടീച്ചർമാർ വന്നിട്ട് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് എടുത്തിട്ട് എന്തെങ്കിലും ആൻസർ പറയാൻ വേണ്ടി എനിക്കും അപ്പുറത്തെ പെൺകുട്ടിയോടെ ബാക്കിലായിട്ടുണ്ടാവും നോക്കടി. ഞാൻ പറഞ്ഞിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിട്ട് എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് വന്നത് തന്നെ. അപ്പോ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, എങ്ങടേലും പോകണമെങ്കിൽ ഒന്ന് തുമ്മാൻ വരെ നമുക്ക് പറ്റില്ല. തുമ്മി കഴിഞ്ഞാൽ വരെ നമുക്ക് അത്യാവശ്യം നല്ല ബ്ലീഡിങ്ങും നല്ല ഫ്ലോ ആകുമ്പോൾ അതിന്റെ കറക്റ്റ് നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ച് നോക്കിയേ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. നമ്മൾ പീരീഡ്സ് ആണെന്നുള്ളത് വരെ നമ്മൾ മറന്നു പോയിട്ട് ചിലപ്പോൾ അമ്പലത്തിൽ വരെ കയറിപ്പോവും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാഡ് വെക്കുമ്പോൾ അതൊരു നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. നമുക്കറിയാം എപ്പോഴും പീരീഡ്സിന് പാഡ് മാറ്റണം അങ്ങനെ ഒരു ചിന്തയില്ലോ. പക്ഷെ മെൻസ്ട്രൽ കപ്പ് ധൈര്യമായിട്ട് നിങ്ങൾ വെച്ച് നോക്കിയേ, ഒരു കുഴപ്പമില്ല. സംഭവം പീരീഡ്സ് ആണെന്ന് നമ്മൾ അറിയ പോലുമില്ല. ഇവൻ നമുക്ക് ഇത് വെച്ചിട്ട് സിൽവർ സ്റ്റോമോ ഡ്രീം വേൾഡോ പുഴയിലോ കുളത്തിലോ എവിടെ വേണമെങ്കിലും പോയി ചാടാം. ഒരു ലീക്കേജ് എന്ന് പറഞ്ഞ പ്രശ്നമില്ല. എനിക്ക് ലീക്കേജ് ഉണ്ടായിട്ടില്ല കേട്ടാ. ചിലവർക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് ലീക്കേജ് വന്നിട്ടൊക്കെ ഉണ്ടെന്ന്. എനിക്ക് തോന്നണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാനൊക്കെ പാഡ് വെക്കുന്ന ടൈമിൽ ദിവസം 3 മണിക്കൂറൊക്കെ കൂടുമ്പോൾ പാഡ് മാറ്റും. ആ ഒരു സിസ്റ്റം തന്നെ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അത് അതില് അങ്ങനെ പോയി എന്തായാലും ബാത്റൂമിൽ പോകുമ്പോ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോയില്ലേ നമ്മള് ബാത്റൂമില്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഊരിയെടുക്കും. അങ്ങനെ ഊരിയെടുത്തിട്ട് കളഞ്ഞിട്ടാണ് വീണ്ടും ഇൻസേർട്ട് ചെയ്ത് വെക്കണേ. എനിക്ക് തോന്നുന്നത് അപ്പൊ അത് കാരണം എനിക്ക് ലീക്കേജ് വരാത്തത്. ചിലവര് ഈ 12 hours എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 12 hours ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും. അത് കാരണമാവും അവർക്ക് ഇത് ഫുള്ള് നിറഞ്ഞിട്ട് ചെറുതായിട്ട് ലീക്ക് വരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിട്ടാ. പിന്നത്തെ കാര്യം പറയണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രൽ കപ്പില് അപ്പോ ഇത്രേ ഉള്ളൂ മെൻസ്ട്രൽ കപ്പിന്റെ ഒരു ഇത്. ഇനി മെൻസ്ട്രൽ കപ്പിന് 3 സൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സ്മോള്, മീഡിയം, ലാർജ്. അപ്പോ ഇതില് സ്മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 18 മാരേജ് ഒന്നും കഴിയാത്ത കുട്ടികൾ എടുക്കുന്നത് സ്മോളാണ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് സി സെക്ഷനും അത് നോർമൽ ഡെലിവറി ഉള്ളവരാണ് ഈ മീഡിയം ലാർജ് എടുക്കുന്നത്. ആസ് യൂഷ്വൽ നോർമൽ ഡെലിവറി കഴിഞ്ഞവരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ഉപയോഗിക്കുന്നത്. സി സെക്ഷൻ കഴിഞ്ഞവരാണ് മീഡിയം ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല ഇവിടെ തോന്നിയിട്ടുള്ളത്. ഞാൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തത്, ഞാനൊരു മദർ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ജോസ്മി. ആളുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ ആള് പറഞ്ഞത് നമ്മുടെ ഈ ഫിംഗർ നമ്മൾ വജൈനയുടെ ഉള്ളിലേക്ക് വെക്കുക. വജൈനയുടെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ യൂട്രസുമ്മ തട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. യൂട്രസുമ്മൽ ഇങ്ങനെ വന്നിട്ട് തട്ടുമ്പോ ഫുള്ളായിട്ട് നമ്മളെ കൈ വജൈനയുടെ ഉള്ളിൽ കൂടെ കയറിപ്പോയി യൂട്രസുമ്മ തട്ടിന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലാർജ് സൈസ് എടുക്കാം. അഥവാ നമ്മുടെ വജൈനയുടെ ഉള്ളിൽ നമ്മൾ ഈ ഫിംഗർ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ യൂട്രസുമ്മ തട്ടിയിട്ട് ഇവിടെ വരെ നിൽക്കാന്ന് വിചാരിക്കുക. ഇവിടെ വരെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയം സൈസ് ഉപയോഗിക്കാം. അങ്ങനെ ആള് പറഞ്ഞു തന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ടാ ഞാൻ എന്റെ മെൻസ്ട്രൽ കപ്പിന്റെ സൈസ് ഞാൻ തെരഞ്ഞെടുത്തത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് എന്തായാലും മേടിച്ചു, സൈസും കറക്റ്റ് ഒക്കെ ആയിട്ട് മേടിച്ചു. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യണ്ടേ, മേടിച്ചിട്ട് എടുത്തു വെച്ചാൽ പോരല്ലോ. നമുക്കിത് നമ്മുടെ വജൈനയിൽ ഇൻസേർട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പലരും ഇങ്ങനെ മടക്കും, പിന്നെ ഇങ്ങനെ മടക്കും, പിന്നെ ഇങ്ങനെയൊക്കെ മടക്കും. അതിനാകെ ഒടിച്ച് മുറുക്കാം, കുഴപ്പമില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിലിക്കോൺ മെറ്റീരിയലാ, എങ്ങനെ ആക്കിയാലും ഒരു കുഴപ്പം വരില്ല കേട്ടാ. അപ്പൊ ഞാൻ വെക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ഇതിനൊന്നിക്കാം ഇങ്ങനെ ഒരു 2 പീസാക്കി കേട്ടാ. ഇതാക്കി
ഇത് നമ്മുടെ വജൈനാന്ന് വിചാരിക്കുക. ഈ വജൈനയുടെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ മെല്ലനെ നമ്മുടെ വജൈനയുടെ ഉള്ളിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ ഇതിൽ വിട്ടിട്ട് നമ്മുടെ ഇതിന്റെ അടിയിലത്തെ സ്റ്റെമ്മില് ഇങ്ങനെ റൗണ്ട് കണ്ടില്ലേ, ആ റൗണ്ടിന്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് മെല്ലനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ മെല്ലനെ റൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ടക്ക് എന്ന് പറഞ്ഞൊരു ഫീൽ വരും. ഇങ്ങനെയല്ലേ ഇരുന്ന് നടന്നത്. നമ്മളിങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ കണ്ട ഇങ്ങനെ, അപ്പൊ കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് ടക്ക് എന്ന് പറഞ്ഞൊരു ശബ്ദം വന്നിട്ടുള്ള കാരണം ഇതവിടെ കറക്റ്റായി അതിന്റെ ഈ റൗണ്ട് ഭാഗം നമ്മുടെ വജൈനയുടെ ഉള്ളിൽ കറക്റ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കാം. സംഭവം കറക്റ്റ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിങ്ങനെയാണ് നമ്മളെ മെനസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്ത പോലെ ഇനി നമുക്ക് ഇത് റിമൂവ് ചെയ്യണ്ടേ. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് പിടിച്ച് വലിക്കരുത്. ഒറ്റയടിക്ക് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേദന എടുക്കും. ഇത് ഇവിടെ ഒരു വാക്വം പോലെയാണ്. ഈ വാക്വം ഇവിടെ ഇങ്ങനെ പ്രഷറായിട്ടാണ് ഇരിക്കേണ്ടാവുക. മൊത്തത്തിൽ ഇവിടെ ഇതിന്റെ ഉള്ളിൽ സ്റ്റോറേജ് ഒക്കെ ആയിട്ടുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ അതിലിരിക്കില്ല. അപ്പൊ ഒറ്റയടിക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വേദന എടുക്കും. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, മെല്ലനെ ഇങ്ങനെ ആട്ടി മെല്ലനെ ഇങ്ങനെ ആട്ടി ഈ സ്റ്റെമ്മ പിടിച്ചിട്ടുണ്ട്. ഈ സ്റ്റെമ്മിന്റെ മേലെ പിടിച്ചിട്ട് ആട്ടി മെല്ലനെ ഇങ്ങനെ എടുക്കാം. സംഭവം ഇത്ര പണിയുള്ളൂ. ഇത്ര വലിയ ടെൻഷൻ അടിക്കുന്നവരായാലും ഇതായാലും ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക്. ഇത്ര വലിയ പണിയൊന്നുമില്ല കേട്ടാ. സംഭവം എളുപ്പമാണ്. ഇതിന് അത്യാവശ്യം നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. നമ്മളൊരു പാഡ് ഇപ്പൊ ഒരു ദിവസം ഒരു 3-4 പാഡ് ഉപയോഗിക്കുന്നത് നോക്കിയാൽ ഇതിലൊറ്റ ഒരാള് മതി. ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് പോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൂ. ഇതിൽ കണ്ട ഇത്ര ml 15 ml ബ്ലഡാണ് ഇതില് കൊള്ളാം. അത്ര ഒന്നും ഒരാളുടെ ശരീരത്തിൽ നിന്ന് പോവില്ല ബ്ലഡ് ഒന്നും. ഇനി അഥവാ ഉണ്ടെങ്കിലും നമുക്കൊരു 2-3 നേരമൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അപ്പൊ ഇത്ര ഉള്ളൂ. അത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടാ മെനസ്ട്രൽ കപ്പ്. അപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പാഡ് മേടിക്കേണ്ട എക്സ്പെൻസീവാ. പിന്നെ ഈ പാഡ് ഇട്ട് വെച്ച് നടക്കുക, പിന്നെ അത് റിമൂവ് ചെയ്യുക, അത് ഡിസ്പോസ് ചെയ്യുക, അതൊക്കെ എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര മെനക്കേട് പരിപാടികളാ. മേടിക്കാനും ഉപയോഗിക്കാനല്ല പ്രശ്നം, ഇത് ഡിസ്പോസ് ചെയ്യണം, ഇത് കൊണ്ട് കളയണ്ടേ. അതിന് ഭയങ്കര ഒരു തലവേദന പിടിച്ച കാര്യമായിരുന്നു. അപ്പോൾ മെനസ്ട്രൽ കപ്പ് വന്നപ്പോൾ എനിക്ക് ആ തലവേദന മാറി. പിന്നെ മെനസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ട് എൻ്റെ വയറുവേദന, എനിക്ക് അത്യാവശ്യം നല്ല ക്രാംസ് ഉണ്ടായിരുന്നു, അതൊക്കെ കുറവായിട്ടുണ്ട്. മെനസ്ട്രൽ കപ്പ് വെച്ചത് പോലും അറിയില്ല, പീരീഡ്സ് ആയത് പോലും നമ്മൾ അറിയില്ല. പിന്നെ നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. ഇത് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നമ്മൾ കണ്ടുപോയിരിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോ ഇത്രേ ഉള്ളൂ. അപ്പോ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇപ്പോ എന്താ പറയാ മെനസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ പേടിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ ഞാൻ ഇന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു അപ്ഡേഷൻ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് കമന്റ് ബോക്സിൽ ചോദിച്ചോ, ഞാൻ എന്തായാലും അതിനുള്ള ആൻസർ പറയാട്ടാ. ഇത് കുഴപ്പമൊന്നുമില്ല, സംഭവം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ മേടിച്ചിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഇതിലേക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നേരത്തെ നമ്മൾ ഭൂമിയോടും നമ്മളോടും ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഉപകാരമായിരിക്കും. ശരിക്കും പാഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഭൂമിക്കും നമുക്കൊക്കെ ഭയങ്കര ഒരു ഡാമേജ് വരുത്തുന്ന സംഭവമല്ലേ. പിന്നെ മെനസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ട് വേറെ മാരകമായ അസുഖങ്ങളൊന്നും വരില്ല കേട്ടാ. അതാലോചിച്ചിട്ട് ആരും പേടിച്ചിട്ട് ഇത് ഉപയോഗിക്കാണ്ടിരിക്കണ്ട. ഇപ്പൊ എനിക്കിപ്പോ കുഴപ്പമില്ല, എനിക്ക് ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ല, എനിക്കിത് കംഫർട്ടായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഒരു സൈഡാണ് അത്. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്ക് അത് സ്യൂട്ട് ആവില്ല, ആൾക്ക് ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ടാവും, ചിലപ്പോൾ ആൾക്ക് ലീക്ക് ഉണ്ടാവും. എല്ലാവരുടെ ബോഡിയും തമ്മിൽ വ്യത്യാസമല്ലേ. പിന്നെ ഓരോ ആൾക്കാരുടെയും മൈൻഡ് സെറ്റ്, ചിലവർക്ക് എത്ര നമ്മള് ഓക്കെ ആണെങ്കിലും അവരെ മൈൻഡിൽ ഉള്ളിലുണ്ടാവും അയ്യോ ഇത് എനിക്ക് പറ്റണ പരിപാടിയല്ല, എനിക്ക് ശരിയാവില്ല എന്നൊക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ പോയി, അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത് കേട്ടാ. അപ്പൊ ഇതിന് ഏറ്റവും നല്ലൊരു മൈൻഡ് സെറ്റ്, ടെൻഷനും പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കണമെങ്കിൽ. ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടെൻഷനും പേടിയൊക്കെ പോകും. അതിലാരും ആലോചിച്ചിട്ട് പിന്നെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. അപ്പോ ഇതാരെയും ഫോഴ്സ് ചെയ്യാനില്ല കേട്ടാ ഞാൻ ഇന്നൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുവന്നത്. ആരെയും ഫോഴ്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറയുന്ന സാധനം അല്ല മെനസ്ട്രൽ കപ്പ്. എനിക്ക് ശരിയായത് ചിലപ്പോൾ ആൾക്ക് ശരിയാവില്ല, അങ്ങനെ ശരിയായി കിട്ടി സംഭവം. നിങ്ങൾക്ക് ഇപ്പൊ ഒരു 10 പേരിൽ ഒരു 5 പേർക്ക് ശരിയായി കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് വെൽഡൻ ആണ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും മെനസ്ട്രൽ കപ്പിന്റെ യൂസേജ് അതുപോലെ തന്നെ അതെങ്ങനെയാ ഇൻസേർട്ട് ചെയ്യുക റിമൂവ് ചെയ്യാന്നൊക്കെ മനസ്സിലായില്ലേ. ഇനി നമുക്ക് പറയേണ്ടത് അങ്ങനെ നമ്മളുടെ
ഒരു മാസത്തെ പീരീഡ്സ് കഴിഞ്ഞു, നമ്മളിനി അത് ദൂരെ കളയില്ലല്ലോ, പാഡ് പോലെ നമ്മൾ കളയുന്നില്ല. നമ്മളിനി അടുത്ത മാസത്തെ പീരീഡ്സിന് നമ്മൾ അത് എടുത്തു വെക്കണം. അപ്പോൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് കഴുകി നല്ല ഹൈജീൻ ആയിട്ട് തന്നെ എടുത്തു വെക്കണം. ചിലപ്പോൾ നമ്മൾ ഈ മെൻസ്ട്രുവൽ കപ്പ് മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ലിക്വിഡ് ഷാമ്പു കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നേരത്തെ പറഞ്ഞില്ലേ. അല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ ഞാൻ മേടിച്ചപ്പോൾ കിട്ടി, പിന്നെ എല്ലാ മാസം അങ്ങനെ മേടിക്കണ്ടല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്യുക, നല്ല തിളപ്പിച്ച് വെള്ളം അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റവ് ഓൺ ആക്കിയിട്ട് അതിലൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ മെൻസ്ട്രുവൽ കപ്പ് നമ്മൾ അതിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരിക്കലും മെൻസ്ട്രുവൽ കപ്പ് ഉരുകി പോവില്ല കേട്ടാ. സിലിക്കോൺ മെറ്റീരിയൽ ആയ കാരണം നമുക്ക് അത് ഉരുകുന്നുള്ള ടെൻഷൻ വേണ്ട. തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് അത് ഉരുകൂല. നേരിട്ടിട്ട് തീയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉരുകും. അങ്ങനത്തെ സാഹസൊന്നും ആരും ചെയ്യണ്ട കേട്ടാ. നന്നായിട്ട് തിളപ്പിക്കുക. അത് നമ്മൾ ഈ കവറിൽ ഇട്ടിട്ട് എടുത്തു വെക്കാം. ഓക്കെ. ഇനി പിറ്റത്തെ മാസം പീരീഡ്സ് വരുമ്പോൾ ഈ സെയിം നമ്മൾ എടുക്കുക, കവർ തുറന്നെടുക്കുക, വീണ്ടും വെള്ളം തിളപ്പിക്കുക, കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ മെൻസ്ട്രുവൽ കപ്പിന്റെ ഉപയോഗങ്ങൾ. അപ്പൊ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മെൻസ്ട്രുവൽ കപ്പ് മേടിക്കണം എന്ന് വിചാരിച്ചവർക്കും മേടിക്കണ്ട, പേടിയാണ്, മാറ്റിവെച്ച കുറച്ച് ടീമുകളൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അഡീഷണലി എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞോ. എന്നെ കൊണ്ട് അറിയുന്ന ആൻസർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടാ. അപ്പൊ ബായ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഞാൻ. ബായ്.